everyone. Hi everyone. Hi everyone. Hi everyone. Welcome to Techie Zombies. So ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ആണ്. എൻ്റെ ഫുൾ ഫാമിലി എൻ്റെ ഒപ്പം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ ന്യൂ മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ബിങ്കോ ഒരു ഷിറ്റ്സു പപ്പിയാണ്. സോ ബിങ്കോനെ കുറിച്ചുള്ള നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഓക്കെ, ഇനി കുറച്ച് നേരമൊക്കെയാണ് ഇനി ഇൻട്രസ്റ്റ് മതി. സോ ഈ പപ്പി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് തന്നെ മേടിച്ചാണ്. അപ്പൊ ഇത് മേടിക്കാനുള്ള റീസൺ ഞങ്ങൾ ആക്ച്വലി അറൌണ്ട് 1 ഇയർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പപ്പിയാണിത്. ഓൾമോസ്റ്റ് എല്ലാ ബ്രീഡ്സും നമ്മൾ റിസർച്ച് ചെയ്ത് അതിന്റെ എന്താണ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഹാവിങ് ഈച്ച് ബ്രീഡ് നമ്മൾ അങ്ങനെ റിസർച്ച് ചെയ്ത് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഷിറ്റ്സു പപ്പി. സോ ഈ പപ്പിനെ നമ്മള് കുറെ കെനൽസും പിന്നെ ബ്രീഡേഴ്സിനെയും അപ്രോച്ച് ചെയ്തിട്ട് ഫൈനലിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ നമ്മളുടെ ക്രൈറ്റീരിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ബ്രീഡ് ആയിരിക്കണം. പിന്നെ എന്താണ് ഇതിന്റെ ബിങ്കോയുടെ പാരന്റ്സ് ആണെങ്കിൽ ചാമ്പ്യൻ ലൈനേജ് ആയിട്ടുള്ള KCI സർട്ടിഫൈഡ് പാരന്റ്സ് ആണ്. പിന്നെ വേറൊരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത് മാർക്കിങ്സ്, സിമെട്രിക്കൽ മാർക്കിങ്സ് ആയിരിക്കണം. ബിങ്കോന്റെ രണ്ട് കണ്ടും നോക്കുവാണെങ്കിൽ സിമെട്രിക് ആണ്. മാർക്കിംഗ് ആസ് ഇൻ ബ്രൗൺ ഐസ്, രണ്ട് കണ്ണിലും മാർക്കിംഗ്സ് ബ്രൗൺ കളർ, അത് സിമെട്രിക് ആണ്. പിന്നെ ബിങ്കോ ട്രൈ കളർ ഷിറ്റ്സു പപ്പിയാണ്, അതായത് ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് വൈറ്റ് 3 കളേഴ്സ് ഉണ്ട്. സോ യൂഷ്വലി ഇറ്റ്സ് കോൾഡ് ട്രൈ കളേഴ്സ്. പിന്നെ ഷിറ്റ്സു പപ്പീസിൽ ആക്ച്വലി ട്രൈ കളർ കൂടാതെ ഡ്യുവൽ കളേഴ്സും സിംഗിൾ കളേഴ്സും വരുന്നുണ്ട്. അതിൽ സിംഗിളില് ബ്രൗൺ ആണ് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറയണത്. അത് റെയർ ആണ്. പിന്നെ എന്താണ് വേറെ, പിന്നെ നമുക്ക് ഇതിന്റെ കമ്പാരിറ്റീവ്ലി തൊപ്പയും ഇതൊക്കെ നോക്കിയപ്പോ ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ബ്രീഡറിന്റെ അടുത്ത് പോയെന്നില്ല, വീഡിയോ കണ്ടു നമ്മൾ ചൂസ് ചെയ്തിട്ട് ഹോം ഡെലിവറി ആയിരുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ വാങ്ങിയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചാണ്. സോ ചെലവൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പപ്പിക്ക് നമ്മൾ അറൌണ്ട് 27,000 rupees ആണ് കൊടുത്തത് ആഫ്റ്റർ ബാർഗെയിനിങ്. ആൻഡ് ദാറ്റ് ഈസ് ഐ തിങ്ക് എ വെരി ഗുഡ് പ്രൈസ്. കാരണം ഷിറ്റ്സു പപ്പീസ് ഈ സമയത്ത് 35,000 to 45,000 ആണ് ഈ ക്വാളിറ്റി ഉള്ള പപ്പീസിന് കിട്ടുന്നത്. ഇത് ഞങ്ങള് ബാംഗ്ലൂർ AN കെനൽസിൽ നിന്നാണ് ബിങ്കോനെ വാങ്ങിയത്. അപ്പം ബിങ്കോ ജെറി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഓണർ. അപ്പൊ ഞങ്ങൾക്ക് കുറെ ഹോം ഡെലിവറി ആണ് ചെയ്തത്. ബിക്കോസ് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പോയി പപ്പിയെ ചൂസ് ചെയ്യാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാംഗ്ലൂർ ആണെങ്കിൽ ഫുൾ ലോക്ക്ഡൌൺ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണില് ബിങ്കോ പോലെ തന്നെ വേറെ കുറെ പപ്പീസിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിരുന്നു. ഷിറ്റ്സൂസ് തന്നെ ഷിറ്റ്സു വെറൈറ്റീസ് പപ്പീസ് ഒരു 5-6 അയച്ചു തന്നിരുന്നു. അതിൽ അവസാനം നമുക്ക് അയച്ചതാണ് ബിങ്കോനെ. ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ബിങ്കോ ജസ്റ്റ് 32 days ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഐ വുഡ് റെക്കമെൻഡ് എവ്രിവൺ ഒരു 2 months കഴിഞ്ഞിട്ട് ഉള്ള പപ്പീനെ വാങ്ങുകയാണ് പ്രിഫർ ചെയ്യണത്. പക്ഷെ എന്താ അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ കെനൽസും അതുപോലെ ബ്രീഡേഴ്സും ഒക്കെ 1 month ആവുമ്പോൾ തന്നെ അഡ്വർടൈസ് ചെയ്യും ഈ പപ്പി ഫോർ സെയിൽ എന്നുള്ള കാര്യം. അപ്പോൾ നല്ല പപ്പീസ് നോക്കിയിട്ട് ആൾക്കാർ ആദ്യം തന്നെ എടുത്തുകൊണ്ട് പോകും. അതാണ് ഒരു പ്രോബ്ലം. പക്ഷെ ഈ ഭയങ്കര ചെറുതാവുമ്പോൾ നമുക്ക് നോക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ പപ്പിയുടെ മദറിൻ്റെ ഒപ്പം ഉള്ള മാക്സിമം സമയം ചെലവഴിക്കുന്നതാണ്. അപ്പോൾ ഐ തിങ്ക് ഓൾവേസ് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് ഒരു 2 months കഴിഞ്ഞാൽ പപ്പീനെ വീട്ടിൽ കൊണ്ടുവരിക. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നു. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ജാസിൻ പറഞ്ഞ പോലെ മദേഴ്സ് മിൽക്ക് കുടിച്ച് അവർ 2 months എങ്കിലും ഇതാവുകയാണെങ്കിലാണ് കുറച്ചും കൂടി അവർക്കൊരു ഇമ്മ്യൂണിറ്റി വരുന്നത്.
പക്ഷെ ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ അതിന്റെ മുമ്പ് വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മള് വെറ്ററിനറി ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ വല്ല എന്താ സപ്ലിമെന്റ്സ് വേണമെങ്കിലോ അതൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. പക്ഷെ എന്നാലും ഐഡിയലി ഇപ്പം നമ്മളെ ബേബീസിനൊക്കെ പറയുന്ന പോലെ തന്നെ മദേഴ്സ് മിൽക്കാണ് ഇവർക്കും ഏറ്റവും നല്ലത് ഇവരുടെ ബോഡിക്ക്. ഇനി നമുക്ക് പപ്പിയുടെ മെയിൻ്റനൻസിന്റെയും കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. ബിക്കോസ് എവ്രി വൺ ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും. അപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ തിങ് ഇസ് വാക്സിനേഷൻ റെഗുലർ ആയിട്ട് എവറി മന്ത് വാക്സിനേറ്റ് ചെയ്യണം. ലൈക്ക് ഐ തിങ്ക് ഫസ്റ്റ് 3 വാക്സിനേഷൻസ് ഉണ്ട്. സോ ഇപ്പൊ ഞങ്ങൾ 2 വാക്സിനേഷൻസ് ആണ് കഴിഞ്ഞത്. അപ്പോൾ ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ പെറ്റ് ഹോസ്പിറ്റൽ വൈറ്റ്ഫീൽഡിലാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അറൌണ്ട് 1000 rupees, പിന്നെ ബാക്കിയുള്ള അക്സസറീസും കാരണം അറൌണ്ട് ഒരു വിസിറ്റിന് 2000 something rupees എന്തായാലും അതിന് സ്പെൻഡ് ആവും. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യലി നമ്മൾ മേടിച്ചത് റോയൽ കെനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള റോയൽ കെനൈൻ RC. നമ്മൾ ഇനീഷ്യലി വാങ്ങിയത് റോയൽ കെനൈൻ്റെ സ്റ്റാർട്ടർ മദർ ആൻഡ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ ബ്രീഡിന്റെ ആണ് നമ്മൾ വാങ്ങിയത്. അത് അറൌണ്ട് 3 kg 2500 സംതിങ് rupees ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറേ ആക്സസറീസും കേജ് അറൌണ്ട് 3000. പിന്നെ ടീ പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു ഷീറ്റാണ് ബേസിക്കലി, പാമ്പേഴ്സ് പോലത്തെ ഒരു ഷീറ്റ്. അതിൽ ആണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ലൈക്ക് ഫസ്റ്റ് 3 months വീടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പപ്പീനെ. കാരണം വേറെ ഡോഗ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഡിസീസസ് വാക്സിനേഷൻ ഇന്ററാക്ട് ചെയ്യുന്ന ഡോഗ്സിന് വല്ല ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പപ്പിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് 3 ഇഞ്ചക്ഷൻസ്. ഫസ്റ്റ് 3 ഇഞ്ചക്ഷൻസ് കഴിഞ്ഞിട്ട് ഡോഗിനെ പുറത്ത് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ വോക്കിനാണെങ്കിലും പ്ലേ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും. അപ്പോൾ നമ്മളിപ്പം 3 months ആവാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ബിങ്കോനെ ഇതുവരെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. ജസ്റ്റ് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി മാത്രം 2 times നമ്മൾ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. പിന്നെ യാസിൻ പറഞ്ഞ പോലെ നമ്മൾ പി പാഡ് ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ട്രെയിനിങ് പോട്ടി ആൻഡ് സുസു ട്രെയിനിങ് ഫോർ ഡോഗ്സ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് യാസിൻ പറയുന്നു. സോ ബേസിക്കലി വേറെ ഒന്നുമില്ല. ഈ പി പാഡ് ആദ്യം കൊണ്ടുവന്നതിനും ജസ്റ്റ് ഷീറ്റ് വെക്കുകയാണെങ്കിൽ മൂപ്പർ അത് കടിച്ച് പറിച്ച് നിരപ്പാക്കും. അപ്പോൾ അതിന് ആണ് ഒരു പാഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ഇനീഷ്യലി ആദ്യം നമ്മൾ നിർബന്ധിച്ച് അവിടെ തന്നെ മൂത്രം ഒഴിപ്പിക്കുക അല്ലെങ്കിൽ പോട്ടി അവിടെ തന്നെ ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഒരു മണത്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആദ്യത്തെ മേ ബി ഫസ്റ്റ് ഫ്യൂ വീക്സ് മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടിരുന്നതിന് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കറക്റ്റായിട്ട് മൂപ്പർ അവിടെ തന്നെ പോയിട്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഡോഗ്സിനാണെങ്കിൽ അവരുടെ നോസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അപ്പം ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ ഈ പി പാഡിൽ ഇങ്ങനെ ആദ്യം ഇപ്പോൾ ഒരു പ്രാവശ്യം അതിൽ സുസു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്നിഫ് ചെയ്തിട്ട് പിന്നെ ഇപ്പം ഡോഗ്സിന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറും ഉണ്ട്. അപ്പം അവർക്ക് മനസ്സിലായ, അതായത് ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ഇതിൽ മാത്രം സുസു അല്ലെങ്കിൽ പോട്ടി ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ എവിടെയും സുസും പോട്ടിയും ഒന്നും ചെയ്യില്ല. പിന്നെ ഈ പി പാഡ് ഒരു ട്രെയിനിങ് ഒരു പോട്ടി ട്രെയിനിങ് ഒരു ട്രേ ഉണ്ട്. അതിനെക്കുറിച്ച് യാസിൻ പറയും എങ്ങനെയാണ്. ട്രെയിനിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. അതിന്റെ വേണമെങ്കിൽ പിക്ചർ ഞാൻ വീഡിയോയിൽ ഇടാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന്ന് മറ്റേ ഷീറ്റിനെ അവർക്ക് കടിച്ചെടുക്കാൻ പറ്റില്ല ബേസിക്കലി. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേജിൽ തന്നെ ഒരു ബോട്ടിലുണ്ട് വെള്ളം കുടിക്കാനുള്ള. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് 1 or 2 times കാണിച്ചു കൊടുത്തതിന് പിന്നെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്ക് കേജിൽ ക്രേറ്റിലാണ് കിടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുറത്ത് പോവാൻ മൂപ്പര് കുറയ്ക്കും. അങ്ങനെ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടിൽ, കേജിൽ വെക്കുന്ന ബോട്ടിൽ. ഇത് മൂപ്പര് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുടിക്കും. സോ കേജിലുണ്ടെങ്കിൽ മൂപ്പർക്ക് ദാഹിക്കുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചോളും. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മെക്കാനിസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രസ് ആവുകയാണെങ്കിൽ മാത്രമേ വെള്ളം വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ലീക്കോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഇതിന്റെ ടിപ്പിലൊരു
സ്റ്റീൽ ബോൾ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആണ് വാട്ടർ ഡോഗ്സിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ബിക്കോസ് ഇനീഷ്യലി ഞങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 3-4 ഡേയ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഞങ്ങൾ പപ്പിക്ക് പുറത്ത് കൊണ്ടുപോയി. ഞങ്ങൾ സ്പെസിഫിക്കലി ബാൽക്കണിയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് പപ്പിക്ക്. അപ്പം ഫുഡും വാട്ടറും ഒക്കെ ബാൽക്കണിയിലായിരുന്നു. അപ്പം വെള്ളം കുടിക്കാനൊക്കെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എണീറ്റ് പോകേണ്ടി വരുമായിരുന്നു വെള്ളത്തിന്. പക്ഷെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പിന്നെ ആവശ്യമുള്ളപ്പോൾ പപ്പി എന്നെ അതെടുത്ത് ഇങ്ങനെ ലിക്ക് ചെയ്ത് വെള്ളം കുടിച്ചോളും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് കുടിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു.